നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. രാഷ്ട്രീയം സാധ്യതകളുടെ കലയാണ്. പ്രത്യയശാസ്ത്ര പ്രലോഭനങ്ങളിൽ ആകൃഷ്ടരായി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നവരുടെ എണ്ണം അനുദിനം കുറഞ്ഞു വരുന്നു. ഞാനിപ്പോഴിത് പറയാൻ കാര്യം ചിലരുടെ രാഷ്ട്രീയ മാറ്റങ്ങളും ചിലരുടെ ഉറച്ചുനിൽപ്പുകളും ചിലരുടെ മൂക്കിൽ കോർത്ത കയറുകളും കണ്ടാണ്. ചാനൽ ചർച്ചകളിൽ CPM വേണ്ടി ഉലയാതെ പതറാതെ മുഴങ്ങുന്ന ശബ്ദമായിരുന്നു കോട്ടയംകാരൻ റെജി ലൂക്കസിൻ്റേത്. ഏത് വിഷയത്തിലും CPM വേണ്ടിയും മുഖ്യമന്ത്രിക്ക് വേണ്ടിയും ശബ്ദമുയർത്തുമ്പോൾ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇടറിയിട്ടില്ല. വാക്കുകൾക്ക് വേണ്ടി അദ്ദേഹം പരുതിയിട്ടില്ല, ഉത്തരം മുട്ടിയിട്ടുമില്ല. കഴിഞ്ഞ ദിവസം വരെ CPM വേണ്ടി പോരാടിയ ഈ പോരാളി CPM സഹയാത്രികനാണെന്ന് അറിയപ്പെട്ടിരുന്നെങ്കിലും പാർട്ടി അംഗമായിരുന്നു. CPM അംഗത്വം രാജിവെച്ച് ഇന്നലെ അദ്ദേഹം BJPയിൽ ചേർന്നു. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു. കാവിഷാളിന് മുന്നിൽ തലകുനിച്ചു. അമേരിക്കൻ മലയാളിയായിരുന്ന റെജി ലൂക്കോസ് കേരളത്തിലേക്ക് തിരിച്ചെത്തിയ കാലം മുതൽ ഇടതുപക്ഷ സഹയാത്രികനും പാർട്ടി അംഗവുമായിരുന്നു. CPM വികസന വിരുദ്ധ നയത്തിലും പാർട്ടി ഇപ്പോൾ നടത്തുന്ന വർഗീയ ചേരിതിരിവിലും പ്രതിഷേധിച്ചാണ് താൻ CPM വിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതേസമയം 90കളിൽ SFIയുടെ മുഴങ്ങുന്ന ശബ്ദമായിരുന്ന BN ഹസ്കറെ CPM ശാസിച്ചതും ഇന്നലെ പുറത്തു വന്ന വാർത്തയാണ്. 90കൾ മുതൽ CPMകാരനായ ഹസ്കർ കുറവില്ലാത്ത കൂറുള്ള അഡ്വക്കേറ്റായിരുന്നു. പൊതുവേദികളിലും ചാനലുകളിലുമൊക്കെ CPM വേണ്ടി ഘോരം വാദിക്കാറുള്ള ഹസ്കറിന് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൽ നടത്തിയ അഭിപ്രായ പ്രകടനമാണ് വിനയായത്. വെള്ളാപ്പള്ളി നടത്തുന്ന പ്രസ്താവനകളോട് CPM പുലർത്തുന്ന സമീപനം തെറ്റാണെന്നായിരുന്നു അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. ധാർമ്മിക രോഷം കൊണ്ടാകാം ചർച്ചകളിൽ അദ്ദേഹം കത്തിക്കയറി. മൂല്യച്യുതി പൂണ്ട് മുച്ചൂടും നശിക്കുന്ന CPM വർഗീയ നിലപാടുകളെ അദ്ദേഹം കണക്കറ്റ് വിമർശിച്ചു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കുറച്ചു കാലങ്ങളായി നടത്തുന്ന പ്രസ്താവനകളെ അദ്ദേഹം കടുത്ത ഭാഷയിലാണ് എതിർത്തത്. കേരളീയ അന്തരീക്ഷത്തിലാകെ വർഗീയ വിഷപ്പുക പരത്തുന്നുവെന്ന് വെള്ളാപ്പള്ളിയെയും മുഖ്യമന്ത്രിയും പാർട്ടിയും ചേർത്ത് നിർത്തുന്ന നയം ഇടതുപക്ഷ നയമല്ലെന്ന് വരെ അദ്ദേഹം പറഞ്ഞു വെച്ചു. ഈ നയം പാർട്ടിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇത് തുടർന്നാൽ പാർട്ടി നിലയിലാക്കയത്തിൽ മുങ്ങുമെന്നും ഹസ്കർ ഓർമ്മിപ്പിച്ചു. ഇതിൻ്റെ പേരിലാണ് ഹസ്കറിന് ശാസനം നേരിടേണ്ടി വന്നത്. ഇനിയും ഇടതു നിരീക്ഷകൻ എന്ന ലേബൽ ഉപയോഗിക്കരുതെന്നായിരുന്നു പാർട്ടി നൽകിയ അന്ത്യശാസനം. ഈ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ വേണം കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പിൻ്റെ പ്രസ്താവനയെ കാണാൻ. SFIയോട് പടവെട്ടി മഹാരാജാസ് കോളേജിൽ KSUവിൻ്റെ കൊടിക്കൂറ ഉയർത്തിപ്പിടിച്ച നേതാവായിരുന്നു ചെറിയാൻ ഫിലിപ്പ്. അന്നു മുതൽ കോൺഗ്രസ്സുകാരനായ ഇദ്ദേഹം ഏറ്റ മർദ്ദനങ്ങൾ ജീവിതം തന്നെ തകർത്തു കളഞ്ഞെന്ന് അപൂർവം ചിലർക്കേ അറിയൂ. കോൺഗ്രസിൻ്റെ ബൗദ്ധിക മുകളിലൊന്നായ ഇദ്ദേഹം AK ആൻ്റണിയുടെ ആദർശങ്ങളെ ഇഷ്ടപ്പെട്ട് എന്നും അദ്ദേഹത്തിൻ്റെ അനുയായിയും ആരാധകനുമായിരുന്നു. ഒരു കാലത്ത് ആൻ്റണിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു ഇദ്ദേഹം. കോൺഗ്രസിലെ AA പോരാട്ടങ്ങളിൽ A ഗ്രൂപ്പിൻ്റെ ബുദ്ധിശാലിയായിരുന്നു. അതുകൊണ്ട് തന്നെ പരേതനായ K കരുണാകരൻ്റെ നോട്ടപ്പുള്ളിയും കരുണാകരനാൽ ഒതുക്കപ്പെട്ടവനുമായിരുന്നു. പക്ഷേ ഇദ്ദേഹം ഒതുക്കപ്പെട്ടപ്പോഴൊന്നും അനിയനെ പോലെ ആൻ്റണി കണ്ടിരുന്ന ഇദ്ദേഹത്തെ കൈപിടിച്ചുയർത്താൻ ആൻ്റണി തയ്യാറായില്ല. AK ആൻ്റണി എന്നും അദ്ദേഹത്തെ മാത്രമേ സ്നേഹിച്ചുള്ളൂ. അതിന് അദ്ദേഹം ആദർശത്തിൻ്റെ ഒരു പുറംചട്ട എന്നും സൂക്ഷിച്ചിരുന്നു. തൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അനുയായികളെ ഓരോരുത്തരെയും അദ്ദേഹം കരുക്കളാക്കി. പലതവണ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും കോൺഗ്രസിലെ 3ാം സ്ഥാനക്കാരനുമായപ്പോഴും ആരെയെങ്കിലും കൈപിടിച്ചുയർത്താൻ ആൻ്റണി തയ്യാറായില്ല. അതിന് തയ്യാറായിരുന്നെങ്കിൽ അതിൻ്റെ ആദ്യ ഗുണഭോക്താവാകേണ്ടിയിരുന്നത് ചെറിയാൻ ഫിലിപ്പായിരുന്നു. ചെറിയാൻ ഫിലിപ്പിന് എല്ലാ അർഹതകളും ഉണ്ടായിട്ടും KPCC പ്രസിഡൻ്റാകാനോ MLA ആകാനോ മന്ത്രിയാകാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. AK ആൻ്റണി വളർന്നുകൊണ്ടിരുന്നപ്പോഴും ചെറിയാൻ ഫിലിപ്പിനെ പോലുള്ള നിരവധി പേരുടെ ജീവിതം മരവിപ്പിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ കോൺഗ്രസിലെ മുതുമുത്തച്ഛൻ രാഷ്ട്രീയത്തോട് പ്രതിഷേധിച്ച് ചെറിയാൻ CPM സഹയാത്രികനായി. ഉമ്മൻചാണ്ടിക്കും K മുരളീധരനുമെതിരെ CPM ചെറിയാനെ ചാവേറാക്കി കൈയൊഴിഞ്ഞില്ല. ചില കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനങ്ങൾ നൽകി. കരയ്ക്ക് പിടിച്ചിട്ട മീനെ പോലെ CPMൽ കഴിഞ്ഞ ചെറിയാൻ ഒടുവിൽ കോൺഗ്രസിൽ തിരിച്ചെത്തി. എനിക്കിപ്പോൾ 70 വയസ്സ് കഴിഞ്ഞു. ഈ വാർദ്ധക്യത്തിൽ എനിക്ക് MLA സീറ്റ് വേണ്ട. ഇക്കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രഖ്യാപിച്ചു. അതിൽ ഒരു നഷ്ടബോധത്തിൻ്റെ ഇടർച്ചയും കണ്ണീരിൻ്റെ തിളക്കവും ആർക്കും കാണാം. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ AK ആൻ്റണി കുറ്റബോധം കൊണ്ട് നീറുന്നുണ്ടാകാം. ഇവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നതനാകുന്നത്. CPMലെ വിഭാഗീയതയുടെ കാലത്ത് തന്നോടൊപ്പം നിന്ന ഓരോരുത്തരെയും അദ്ദേഹം കൈപിടിച്ചുയർത്തി. ചിന്ത ജെറോം മുതൽ ഗോപി കോട്ടമുറയ്ക്കൽ വരെയുള്ള ഒരു നീണ്ട നിര തന്നെ ഇങ്ങനെ കാണാം. രാഷ്ട്രീയത്തിൽ സ്വന്തം നേട്ടങ്ങൾക്കൊപ്പം സ്നേഹമെന്ന വികാരം കൂടി ചേർക്കണമെന്ന് പിണറായി
നമ്മെ പഠിപ്പിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.